ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി നഷ്ടമായതോടുകൂടി ടീം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ അടിമുടി മാറ്റങ്ങൾക്കായി BCCI ഒരുങ്ങുകയാണ്. ക്യാപ്റ്റൻസിയിൽ ഉൾപ്പെടെ നിർണായക മാറ്റങ്ങളുമായി BCCI മുൻപോട്ട് പോകുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് തീർത്തും നിരാശ നൽകുന്ന വാർത്തകൾ തന്നെയായിരുന്നു വന്നിരുന്നത്. ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ഉൾപ്പെടെ രോഹിത് ശർമ്മയോട് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെന്നും ഇതിനുവേണ്ടിയുള്ള ചില ചർച്ചകൾ ഉൾപ്പെടെ BCCIയുടെ ഭാഗത്തുനിന്ന് നടന്നുവെന്നുൾപ്പെടെ നിരവധി വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നത്. ഇതിനെല്ലാമുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ഭാഗത്തുനിന്നും എത്തിയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായി തുടരാൻ അനുവദിക്കണമെന്ന് രോഹിത് ശർമ്മ BCCIയോട് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ താൻ വിരമിക്കൽ പ്രഖ്യാപിക്കാനായി പദ്ധതിയിടുന്നുണ്ട് എന്നും അതുവരെയും നായകസ്ഥാനത്ത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ BCCIയെ രോഹിത് ശർമ്മ അറിയിച്ചിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി വരെയാണ് രോഹിത്തിനെ ക്യാപ്റ്റനായി നിലനിർത്താൻ ധാരണയായത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം അടിസ്ഥാനമാക്കിയിരിക്കും അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ. അതേസമയം ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ നിന്നും രോഹിത്തിനെ നീക്കാൻ തന്നെയാണ് ഗംഭീറിന്റെ തീരുമാനം. പകരക്കാരനായി ജസ്പ്രീത് ബുംറയോ വിരാട് കോഹ്ലിയോ വീണ്ടും നായകസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇവിടെ BCCI നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അതേസമയം SSC ജയ്സ്വാളിനെ ടീം ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് എത്തിക്കുവാനായി ഗംഭീറിന് താല്പര്യമുണ്ട് എന്നും ഇതിനുള്ള ചർച്ചകൾ ഗംഭീറിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസം സ്പോർട്സ്കീയുടെ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്തായാലും നിലവിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം തന്നെയായിരിക്കും അന്തിമമായി മാറുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.